അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ആഴ്ച കേരള സമൂഹത്തിനെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമുണ്ടായി. വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടി 400-ലധികം പേർ മരണപ്പെടുകയും ധാരാളം പേരുകൾ മണ്ണിനടിയിലാവുകയും ചെയ്തു, കാണാതാവുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. വളരെ കേരള മനസ്സിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സ് പൊട്ടുന്നൊരു സാഹചര്യം. ഇതിനെ പ്രതിരോധിക്കാൻ, ഇനി വയനാടിനെ പുനരധിവസിപ്പിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനതയും ഒരേ മനസ്സോടുകൂടി തയ്യാറായി. കേരള സർക്കാർ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF ഇങ്ങനെ തുടങ്ങി സർവ സംഘടനകളും രംഗത്ത് വന്നു. ആശ്വാസകരമായി മന്ത്രിമാരും അവരുടെ കൂടെ സഹായത്തിനും തെരച്ചിലിനുമൊക്കെ ഉണ്ടായത് വളരെ സന്തോഷകരമായ ഒന്നാണ്. കേരളത്തിലെ മാനവികതയും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായിരുന്നു ആ പ്രഖ്യാപനങ്ങളെന്ന് സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. അതോടൊപ്പം വിഷമകരമാകുന്ന ചില സംഭവങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉരുൾപൊട്ടിയത് അള്ളാഹുവിൻ്റെ അചഞ്ചലമായ ഖളാ ആണ്. പക്ഷേ അത് ഉരുൾപൊട്ടാനുണ്ടായ ചില സാഹചര്യങ്ങളുണ്ട്. ധാരാളം മല അടിച്ച് നിരത്തി ആവശ്യത്തിനനുസരിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ഉരുൾപൊട്ടാനുള്ള കാരണമാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് പരിസ്ഥിതി വകുപ്പുകൾ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സർക്കാരും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മറ്റു ആളുകളും സ്വന്തമായിട്ടും ചെയ്തിട്ടുണ്ട്. ഏതിരുന്നാലും പറഞ്ഞു വരുന്നത് ഉരുൾപൊട്ടിയ സാഹചര്യത്തിനെ കുറിച്ചല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉരുൾപൊട്ടിയപ്പോൾ സഹായത്തിന് വന്ന ആളുകളുടെ മനസ്സ് വളരെ പ്രശംസനീയമാണ്. ചെറിയ കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി ഒരു അമ്മ തയ്യാറായപ്പോൾ അതിനെ തുടർന്ന് ധാരാളം അമ്മമാർ തയ്യാറായി. അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ടവരെ, മക്കളും മരുമക്കളൊന്നുമില്ലാതെ കുടുംബമില്ലാത്തവരെ, വൃദ്ധജനങ്ങളെ ഏറ്റെടുക്കാൻ കുറച്ചാളുകൾ തയ്യാറായി. വേറെ ജനങ്ങളെ ഏറ്റെടുക്കാൻ വേറെ ആളുകൾ തയ്യാറായി. വീട് വെച്ച് കൊടുക്കാൻ ഒരു സമൂഹം തയ്യാറായി. വീടിലേക്കുള്ള സ്ഥലം തയ്യാർ ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വന്നത് സ്വാഗതാർഹമാണ്. മന്ത്രിമാരടക്കം അതിൽ ഇറങ്ങിപ്രവർത്തിച്ചത് ആശ്വാസകരമാണ്. അതിൽ ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം കിട്ടിയില്ല എന്നും കൊടുത്ത ബ്രെഡ് പൂത്തുലഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്താണ്? ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല. സന്നദ്ധ സംഘടനകൾ ധാരാളം വരികയും സന്നദ്ധ പ്രവർത്തനത്തിന് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ നിരന്തരമായി വരികയും ചെയ്തപ്പോൾ പല അക്രമങ്ങളും അവിടെ ഉണ്ടായി. അതായത് ചില മോഷ്ടാക്കൾ വരെ ഉണ്ടായി എന്നർത്ഥം. ആരതോ ആ വീട് ഇങ്ങനെ മണ്ണിലടിയിൽപ്പെട്ടപ്പോൾ ഇടയിൽ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. പല ആളുകളും അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും അത് ഇങ്ങനെ ഗോൾഡ് കിട്ടിയിട്ടുണ്ടെന്ന് പരസ്യം ചെയ്യുകയും ചെയ്തു. വേറെ ചില ആളുകൾ അത് എടുത്ത് മാറ്റി മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായപ്പോൾ ഭക്ഷണത്തിന് താൽക്കാലികമായി നിയന്ത്രണം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏർപ്പെടുത്തിയിരുന്നു. അതും ഏർപ്പെടുത്തിയത് കൊണ്ട് സർക്കാർ സംവിധാനത്തിലോ മറ്റോ സംവിധാനങ്ങളിലോ അവർക്ക് ഭക്ഷണം എത്താതെ അല്പം പ്രയാസപ്പെട്ടത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ആ പ്രതിസന്ധി വേണ്ടിയിരുന്നു അവർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിനുവേണ്ടി, പുനരധിവാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടെ പുതിയൊരു വയനാടിനെ, പുതിയൊരു മുണ്ടക്കയത്തിനെ, ചൂരൽമലത്തിനെ നിർമ്മിക്കാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ്. അത് വലിയ സന്തോഷകരമായ ഒന്നാണ്. പക്ഷേ ഖേദകരമായ രണ്ടാമത്തെ റിപ്പോർട്ട് എന്താണ്? ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. പാതിരാവിൽ കാമുകിയോടൊപ്പം കാറിൽ യാത്ര ചെയ്ത് താൻ ഓടിച്ച കാറിടിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഇടിച്ചു കൊന്ന ധിക്കാരിയായ കൊലയാളിയുണ്ടായിരുന്നു. ആലപ്പുഴ മുൻ ജില്ലാ കലക്ടറായിരുന്ന ശ്രീരാം വെങ്കിട്ടരാമൻ. സിവിൽ സപ്ലൈസിൻ്റെ വലിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അദ്ദേഹത്തിന് ആരോപണങ്ങൾക്ക് ശേഷം പിണറായി സർക്കാർ നിയമിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് മറ്റൊരു
ചുമതലയും കൂടി ഏൽപ്പിക്കുകയാണ്. ഈ ഫണ്ടിൻ്റെ ഒക്കെ കാര്യകർത്താവായി, മേൽനോട്ടം വഹിക്കുന്നവരായി, ഇതിൻ്റെ ഒക്കെ ഒരു രക്ഷാകർത്താവായി അദ്ദേഹത്തിനെ നിയമിക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അങ്ങേയറ്റത്തെ അവഹേളനമാണ് ദുരിതബാധിതരോട് സർക്കാർ ചെയ്യുന്നതെന്ന് ഇതെല്ലാവർക്കും ബോധ്യമാണ്. സഹായിച്ചില്ലെങ്കിലും സഹായിക്കുന്നവരുടെ മനസ്സിനെങ്കിലും ഒന്ന് താങ്ങി നിൽക്കാമായിരുന്നു. വേദനിപ്പിച്ചവർക്ക് കൈത്താങ്ങായി നിങ്ങൾ എത്രയോ സഹായം നൽകിയിട്ടുണ്ടെങ്കിലും സഹായങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അതിനേക്കാൾ ഇപ്പോൾ വിഷമകരമായത്, നേരത്തെ ഉള്ളത് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് ദുരിതം അനുഭവിച്ചപ്പോൾ. ആ ദുരിതക്കൈയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് വരുമ്പോൾ അവരുടെ മനസ്സിനെ വീണ്ടും വേദനിപ്പിക്കുന്ന മറ്റൊന്ന്, കൊലയാളി കലക്ടറായ ഒരു വ്യക്തിയെ അവരുടെ മേലിൽ ചുമതലപ്പെടുത്തിയെന്നത് സഹിക്കാൻ കഴിയാത്ത വിഷമമാകും. മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ ഇത് പൊറുക്കില്ല, ഒരിക്കലും തന്നെ ഇതവർക്ക് സഹിക്കാൻ കഴിയുകയില്ല. സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് വേറെ ഒരു വ്യക്തികളെ നല്ല ഒരു കാഴ്ചപ്പാടുള്ള, ലക്കും ലഗാനുമൊക്കെയുള്ള, ലെവലുള്ള, തീരുമാനം എടുക്കാൻ കഴിവുള്ള, പക്വതയുള്ള, അഭിമാനമുള്ള നല്ല ഏതെങ്കിലും ജനാധിപത്യ വിശ്വാസികളായ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ രൂപത്തിലേക്ക് സെലക്ട് ചെയ്ത് ആ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു വേണ്ടത്. സർക്കാർ ചെയ്തത് അങ്ങേയറ്റത്ത് നീചകൃത്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ.